ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് ഏപ്രിൽ മാസത്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ പൈസീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് ഏപ്രിൽ മാസത്തിൻ്റെ അത് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ കറണ്ട് എനർജി നൈറ്റ് ഓഫ് സ്വോർഡ്സ്, നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി പേജ് ഓഫ് വാൻഡ്സ്, നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഏപ്രിൽ മാസത്തിൻ്റെ ചാലഞ്ച് ക്വീൻ ഓഫ് കപ്സ്, നിങ്ങളുടെ അഡ്വൈസ് സെവൻ ഓഫ് സ്വോർഡ്സ്, നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ ടെമ്പറൻസ്, നിങ്ങളുടെ ഓവറോൾ എനർജി എയ്റ്റ് ഓഫ് വാൻഡ്സ്, നിങ്ങളുടെ ഔട്ട്കം സെവൻ ഓഫ് വാൻഡ്സ്. പൈസീസ് നിങ്ങളുടെ ഓവറോൾ എനർജി എയ്റ്റ് ഓഫ് വാൻഡ്സ് ആണ്. ഇത് കുറേ ഇത് കുറേ ഓപ്പർച്യൂണിറ്റീസിൻ്റെ എനർജിയാണ്, കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ്, സക്സസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഏപ്രിൽ മൊത്തം നോക്കിയാൽ നല്ലൊരു ഫോർവേഡ് മൂവിങ് ഉള്ള എനർജിയാണ് നിങ്ങളുടെ. അപ്പോൾ നിങ്ങൾ മുമ്പോട്ടാണ് പോണേ. എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പോകേണ്ട വെച്ചാലും സക്സസ് ഇല്ലൂ നിങ്ങൾക്ക്. ആൻഡ് കുറേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കും, മെസ്സേജ് ചെയ്യാൻ നോക്കും, നിങ്ങൾ കുറേ ആൾക്കാരുടെ കൂടെ കോൺടാക്റ്റിലുണ്ടാവും. അങ്ങനത്തെ ഒരു എനർജിയാണ്. ബാക്ക് ആൻഡ് ഫോർത്ത് പോസിറ്റീവ് മെസ്സേജസ്. അപ്പോൾ ഇത് ലവിൻ്റെ കാര്യത്തിലാണ് വെച്ചാൽ ആരോ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ് ഇവിടെ ഇൻഡിക്കേഷൻ ഞാൻ കാണുന്നത്. എന്തായാലും നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇത് ഒരു സ്ലോ മൂവിങ് എനർജിയാണ്. പാസ്റ്റിൽ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കുറേ സ്ലോ ആയിട്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കുറേ സ്റ്റാഗ്നൻസി ഫീൽ ഉണ്ടായിണ്ടാവും. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും കാര്യങ്ങൾ കുറേ സ്ലോ ആണ്, ഒന്നും നടക്കുന്നില്ല, ഒന്നും ശരിയാവണില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. പക്ഷേ ഇത് കുറേ ഹാർഡ് വർക്കിംഗ് പേഴ്സൻ്റെയും എനർജിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പാസ്റ്റിൽ ചില കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞ മാതിരി സ്ലോ ആയിരുന്നു. ഇത് ലവിലായിരിക്കാം, ജോലിയുടെ കാര്യത്തിലായിരിക്കാം. പക്ഷേ കറണ്ട് എനർജിയിൽ ആ പേസ് പിക്കപ്പ് ആവാൻ പോകുന്നുണ്ട്. നൈറ്റ് ഓഫ് സ്വോർഡ്സ് ഒരു ഫാസ്റ്റ് മൂവിങ് എനർജിയാണ്. അപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ വെരി ക്വിക്ക്ലി നിങ്ങളുടെ അടുത്ത് വരും. കമ്മ്യൂണിക്കേഷനിലും ബ്ലോക്കൊന്നുമില്ല. കാര്യങ്ങൾ മുമ്പോട്ട് പോകാനും എല്ലാം ശരിയായി പോവും, എല്ലാം ക്വിക്ക്ലി പോവും. ഇത് കുറച്ചൊരു ഇമ്പൾസീവ് എനർജിയും ആവാം. അപ്പോൾ ചില സമയത്ത് അൺഎക്സ്പെക്റ്റഡ്ലി കാര്യങ്ങൾ ഉണ്ടാവും. ഇല്ല വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ്ലി ആരോ മെസ്സേജ് ചെയ്യും. അങ്ങനത്തെ എനർജി കൂടിയാണ്. അപ്പോൾ എനിവേ ഇപ്പോൾ കാര്യങ്ങൾ കുറേ ക്വിക്കായി മുമ്പോട്ട് നടക്കും. ഫ്യൂച്ചറിലെ പേജ് ഓഫ് വാൻഡ്സ് ആണ്. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. ഒരു പുതിയ സ്റ്റാർട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മൾക്ക് ഇതൊക്കെ ക്ലാരിഫൈ ചെയ്ത് നോക്കാം. പക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ക്വീൻ ഓഫ് കപ്സ് ആണ്. ചില സമയത്ത് പൈസീസ് നിങ്ങൾ കുറേ ഇമോഷണൽ ആയിട്ടാണ് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യണത്. അപ്പോൾ അത് ആണ് ഇവിടെ ചാലഞ്ചായിട്ട് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡിനെ ബ്ലോക്കാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി കാര്യങ്ങൾ ഇമോഷണൽ ആയിട്ടാണ് ആലോചിക്കണത്, ഇമോഷണൽ ആയിട്ടാണ് ഡിസിഷൻസ് എടുക്കണത്, പ്രാക്ടിക്കലായിട്ടല്ല ചെയ്യണത്. അപ്പോൾ ഒരു ബാലൻസ് ഇല്ല ഇവിടെ. ചില സമയത്ത് ആൾക്കാർ നിങ്ങളുടെ ചില ആൾക്കാർ ശരിയല്ലാത്ത ആൾക്കാരെയും നിങ്ങൾ കുറേ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കും. ആൻഡ് അവരത് ചിലപ്പോൾ ഡിസേർവ് ചെയ്യില്ല. സെവൻ ഓഫ് സ്വോർഡ്സ് ഇവിടെ അഡ്വൈസാണ്. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ ആക്ച്വലി ഒരു വാർണിംഗ് ആണ് തരണത്. നിങ്ങളുടെ ലൈഫിൽ ആരോ നിങ്ങൾ അറിയാണ്ട് എന്തോ ചെയ്യുന്നുണ്ട് ഇവിടെ. നിങ്ങളെ എന്തോ ഒളിപ്പിച്ചിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ ഒരു വാർണിംഗ് ആയിട്ടാണ് യൂണിവേഴ്സ് പറയണത്. എന്ന് വെച്ചാൽ നിങ്ങളത് ആ കാര്യം ശരിക്കും കാണില്ല, ഓരൽസ് മനസ്സിലാക്കണില്ല. എന്നുവെച്ചാൽ നിങ്ങൾ അത്രയും ഈ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്, അത്രയും നിങ്ങൾ ഈ പേഴ്സണിനെ കുറിച്ച് നിങ്ങൾക്ക് ആ കെയർ ഉണ്ട്, ആ ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ആക്ച്വലി ഈ കാര്യത്തിനെ ബ്ലോക്കാണ് ചെയ്യണത്. ഈ പേഴ്സൺ ആക്ച്വലി എന്തോ നിങ്ങളെ മാന്യൂപ്പുലേറ്റ് ആണ് ചെയ്യണത്, ഓർ എന്തോ ശരിയല്ലാത്ത എന്തോ ചെയ്യുന്നുണ്ട്.
പക്ഷേ നിങ്ങൾ അത് കാണില്ല, നിങ്ങളത് നോട്ടീസ് ചെയ്യില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഈ പേഴ്സൺ അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല, ഈ പേഴ്സൺ അങ്ങനെ ചെയ്യില്ല, എന്നെ ചതിക്കില്ല, അങ്ങനത്തെ ഒരു നിങ്ങൾ ബ്ലൈൻഡായിട്ട് ഫെയ്ത്ത് ഇടുന്ന ആളായിരിക്കും, അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങൾ. ആൻഡ് അതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളൊരു വാർണിംഗ് സൈൻ മാതിരി ഇവിടെ തരണത്. ടെമ്പറൻസ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ, അത് സാജിറ്റേറിയസിൻ്റെ എനർജിയാണ്. പക്ഷേ ഇത് ഹീലിംഗിൻ്റെയും എനർജിയാണ്, ബാലൻസിൻ്റെ എനർജിയാണ്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ എന്താ ഇവിടെ നടക്കണ വെച്ചാലും നിങ്ങൾ അതിന് ഹീൽ ചെയ്യും, പുറത്തു വരും, നിങ്ങൾ ഓക്കെ ആണ്. അങ്ങനെ അത്ര വലിയ പേടിക്കാനൊന്നുമില്ല. പക്ഷെ എന്തായാലും ഇതൊക്കെ ബാലൻസിൽ വരും. നിങ്ങളുടെ ഔട്ട്കം 7 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ അഗൈൻ ഇവിടെ ചാലഞ്ചസ് ഉണ്ട് ചിലത്. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഗിവ് അപ്പ് ചെയ്യരുത് ആൻഡ് കീപ് ഗോയിങ്. ആൻഡ് നിങ്ങളുടെ ബിലീഫ്സ് എന്താ വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക, ഗിവ് അപ്പ് ചെയ്യരുത്. ഓക്കെ, ആൻഡ് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. ഈ 8 ഓഫ് വാൻഡ്സ് ഇവിടെ എന്താണ്? കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ടോറസ് എനർജി. ആരോ നിങ്ങൾക്കൊരു ഓഫർ അയക്കാൻ പോകുന്നുണ്ട്, ഇല്ലാച്ച ഒരു ടോറസ് പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? പാസ്റ്റിൽ 6 ഓഫ് സ്വോർഡ്സ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ സ്ലോലി മൂവ് ഓൺ ചെയ്യാൻ നോക്കി. ആ സമയം ഇപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന കുറച്ചുകൂടി ഒരു സ്റ്റേബിൾ എനർജിയാണ്. അപ്പോൾ ഈ നൈറ്റ് ഓഫ് സ്വോർഡ്സ് എന്താണ്? 10 ഓഫ് സ്വോർഡ്സ്. അപ്പോൾ ആരോ ഇവിടെ നിങ്ങളുടെ ഡയറക്ഷനിൽ വരുന്നുണ്ട്, കുറേ ക്വിക്ക്ലി വരുന്നുണ്ട്, എന്തോ ഒരു മെസ്സേജ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതൊരു നല്ല മെസ്സേജ് അല്ല, ഇതൊരു എൻഡിങ്ങിൻ്റെ മെസ്സേജാണ്. ആരോ ഇവിടെ ഇമ്പൾസീവായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, ആൻഡ് അതുകൊണ്ട് ഇവിടെ ഒരു എൻഡിങ് ഉണ്ടാവുന്നുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. 9 ഓഫ് സ്വോർഡ്സ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇത് ഉണ്ടാവാൻ പോകുന്നുണ്ട്. എന്തോ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു നിങ്ങളും ആരുടെയോ ഇടയ്ക്ക്. പക്ഷേ ഇപ്പോൾ ഫൈനലി ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഇവിടെ റിവീൽ ആവുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു എൻഡിങ് ഇവിടെ ഞാൻ കാണുന്നത്. പേജ് ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്താണ്? 10 ഓഫ് കപ്സ്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. അതിൻ്റെ ഫ്യൂച്ചർ ആ ബിഗിനിങ്ങിൽ ആ ന്യൂ ബിഗിനിങ് നിങ്ങൾക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിട്ടാണ് കൺവേർട്ട് ആവാൻ പോണേ. ഈ ക്വീൻ ഓഫ് കപ്സ് എന്താണ്? ചാലഞ്ച്, ഹെർമിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അതാണ് ഇവിടെ ചാലഞ്ച്. എന്താ വെച്ചാൽ ചില സമയത്ത് നിങ്ങളുടെ ഇമോഷൻസ് ആണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡിനെ ബ്ലോക്ക് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഒരു റെഡ് ഫ്ലാഗ് ഉണ്ടാച്ചാലും നിങ്ങളത് നോട്ടീസ് ചെയ്യില്ല, നിങ്ങളത് വാണിച്ചിട്ട് അവോയ്ഡാണ് ചെയ്യണത്. ഓരൽസ് ഇങ്ങനെ ഒരു ബ്ലൈൻഡ് ട്രസ്റ്റ് ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ എന്താ തെറ്റ് ചെയ്യണമെന്ന് വെച്ചാലും നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യും. അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്. നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സൺ എന്തോ ശരിയല്ല, ചെയ്യില്ല, എന്നാലും നിങ്ങൾ അതിനെ ഇഗ്നോറാണ് ചെയ്യണത്. അതാണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച്. നിങ്ങൾക്ക് വിസ്ഡം ഉണ്ട്, യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ നോളജ് തന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ആ നോളജ്, ആ വിസ്ഡമിനെ യൂസ് ചെയ്യില്ല. 7 ഓഫ് സ്വോർഡ്സ്. ഇവിടെ എന്താണ് അഡ്വൈസ്? ഈ പേഴ്സൺ വേറെ പേഴ്സൻ്റെ കൂടെ ഇൻവോൾവ് ആണ് എന്നാണ് കാര്യം പുറത്ത് വരണേ. ഇതൊരു അഫെയറിൻ്റെ എനർജിയും ആവാം, ഒരു റിലേഷൻഷിപ്പാണ് വെച്ചാൽ. ഇപ്പോൾ വേറെ ഒരു കാര്യം എനിക്ക് എന്താ ഇവിടെ ക്ലാരിഫൈ ചെയ്യണം വെച്ചാൽ, ഇത് എല്ലാവർക്കും ഒരു അഫെയർ ഉണ്ട് എന്നല്ല ഞാൻ ഇവിടെ പറയണേ. ഓക്കെ, അത് എനിക്ക് ചില ആൾക്കാർ മെസ്സേജ് ചെയ്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഡിവോഴ്സ് ആവും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മാരേജിൽ ഡിവോഴ്സ് ഉണ്ടാവുമോ? അല്ല, അങ്ങനെ അല്ല ഞാൻ പറയണത്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി പ്രശ്നങ്ങൾ നിങ്ങളുടെ മാരേജിൽ ഉണ്ടാച്ചാലേ ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ. അതും എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവില്ല. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണമെച്ചാൽ ഇതെവിടെയോ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി എന്ന് തോന്നുന്നുണ്ടെച്ചാൽ നിങ്ങളൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടേ ഒന്നും പറയാൻ പറ്റുള്ളൂ. ഇതില്ല വെച്ചാൽ കുറേ ആൾക്കാർ എന്നെ മെസ്സേജ് ചെയ്ത് ചോദിക്കും, ഇത് എൻ്റെ കൂടെ ഇങ്ങനെ ഡിവോഴ്സ് ആവുമോ, ബ്രേക്കപ്പ് ആവുമോ? ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടല്ല മെസ്സേജ്. ഓക്കെ, അപ്പോൾ എല്ലാ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാവും എന്ന് അങ്ങനെ അസ്യൂം ചെയ്യരുത്. എന്നുവെച്ചാൽ ഇതൊരു ജനറൽ മെസ്സേജാണ്. ഇതിൽ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. മേ ബി 1000 ആൾക്കാരിൽ ആൾക്ക് മേ ബി ഇത് റെസൊനേറ്റ് ചെയ്യും. പക്ഷെ
അതിലും ചില പേർക്ക് ഇത് ഉണ്ടാവുള്ളൂ അങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ മെസ്സേജ് എല്ലാവരുടെയും അഫെയർ ഉണ്ട് എന്നല്ല ഞാൻ പറയണേ. അതെനിക്കിവിടെ പറയണം എന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് കുറേ ഇങ്ങനെ മെസ്സേജസ് കിട്ടാറുണ്ട് യൂട്യൂബിൽ. എന്തായാലും ഇവിടെ എന്തോ കാര്യം പുറത്ത് വരുന്നുണ്ട്. ഒരു സംശയം നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു വെച്ചാൽ ഇതൊരു കൺഫർമേഷൻ ആണ് അവിടെ. അപ്പോൾ ടെമ്പറൻസ് ഇവിടെ നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ എന്താണ്? 6 of Wands. നിങ്ങളുടെ ഡിറക്ഷനിൽ കുറേ ഫെയിം വരുന്നുണ്ട്, പോപ്പുലാരിറ്റി വരുന്നുണ്ട്. കുറേ ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരും. അപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് യുനോ ഈസിലി പുറത്തു വരും. ഇവിടെ 7 of Wands എന്താണ്? 5 of Swords. അപ്പം ഞാൻ ആദ്യം അതാണ് കാണുന്നത്. കുറച്ചൊരു നെഗറ്റിവിറ്റി ഉണ്ട് നിങ്ങളുടെ എനർജിയിൽ. നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ കുറച്ചൊരു ഇമ്മെച്യൂർ ആയിട്ടാണ് ഇവിടെ ബിഹേവ് ചെയ്യണത്. ആൻഡ് അത് അല്ലാച്ചാൽ നിങ്ങളുടെ റൊമാൻറ്റിക് പാർട്ട്ണർ അല്ലാച്ചാൽ ഇത് ചില ഫ്രണ്ട് ആയിരിക്കാം, ഫാമിലി മെമ്പർ ആയിരിക്കാം. ആരോ ഇവിടെ കുറേ ഗോസിപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അപ്പോൾ അതും കുറച്ച് ബ്ലോക്ക് ചെയ്യുക ഇങ്ങനത്തെ ആൾക്കാരുണ്ടാച്ചാൽ. എന്നുവെച്ചാൽ അവരും ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഇരിക്കണേ ഉള്ളൂ. ചില സമയത്ത് ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയ്ക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഫോൾസ് റൂമറൊക്കെ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടാവും. അത് കേട്ടിട്ട് ആയിരിക്കും നിങ്ങൾ ഇങ്ങനെ റിയാക്ട് ചെയ്യണത്. അതും ആവാം. അങ്ങനത്തെയും ഒരു സ്റ്റോറി എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്തിന് കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കുക. ഞാനിവിടെ കാണുന്നത് കുറേ ഫിനാൻഷ്യൽ അബണ്ടൻസ് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ഫിനാൻഷ്യലി നിങ്ങളൊരു നല്ല സ്പേസിലാണ്. പക്ഷേ ഇതൊരു സിംഗിൾ പേഴ്സൻ്റെ എനർജിയുമാണ്. അപ്പം നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ ഓൾറെഡി പ്രോബ്ലംസ് നടക്കണ്ടാച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യുക. ആൻഡ് അങ്ങനെ നിങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടുള്ളൂ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പക്ഷേ ഇതാണ് പൈസീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഞാൻ കാണുന്ന സൈൻസ് ഒക്കെ വെർഗോ, സാജിറ്റേറിയസ്, ടോറസ്, ഇതാണ് മെയിൻ സൈൻസ്. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ മെയിൽ ചെയ്യുക. ഇല്ലാച്ചാൽ വെബ്സൈറ്റിൽ വാട്സാപ്പിന് ചാറ്റ് അയക്കുന്നുണ്ട്, അന്ന് ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക. ഞാൻ അവിടെയും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. ആൻഡ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അവിടെയും ഞാൻ അയക്കും. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.